നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. ജെഡിയുവിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാവോവാദിയാകുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി. മാവോവാദി എന്ന പേരിൽ ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ലെന്നും ഹൈക്കോടതി. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. രാജ്യത്തെ കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അടിയറ വെച്ചതായി ജാഥ ക്യാപ്റ്റൻ NK പ്രേമചന്ദ്രൻ MP. ട്രാവൻകൂർ ഓർഗൻ ഡൊണേഷൻ ഫൗണ്ടേഷന്റെ റാന്നി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ജെഡിയുവിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരണമെന്ന് 3 വർഷം മുമ്പ് തന്നെ സിപിഐ ആവശ്യപ്പെട്ടിരിക്കുന്നതാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ജെഡിയു ഇപ്പോൾ മറ്റൊരു മുന്നണിയുടെ ഭാഗമാണ്. എന്നാൽ അവർ UDF വിട്ടാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ അവരെ മുന്നണിയിൽ എടുക്കണമെന്നും കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജെഡിയു ഇടതുമുന്നണി വിട്ടുപോയ സാഹചര്യങ്ങൾ ഇപ്പോൾ കുത്തിപ്പോക്കേണ്ടതില്ലെന്നും കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. VS-നെതിരെ CPM പ്രമേയം പാസാക്കിയത് CPM-ന്റെ ഉൾപാർട്ടി പ്രശ്നമാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. മാവോവാദിയാകുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി. മാവോവാദിയാണെന്ന കാരണത്താൽ മാത്രം ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കാനാകില്ലെന്ന് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഒരാളെ തടവിലാക്കാൻ സാധിക്കൂവെന്നും കോടതി പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ലംഘിക്കുമ്പോൾ മാത്രമേ അത് നിയമവിരുദ്ധ പ്രവർത്തനമാകൂവെന്നും ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു. 2014 മെയ് 20 വയനാട്ടിൽ വെച്ച് തണ്ടർ ബോൾട്ട് ശ്യാം ബാലകൃഷ്ണൻ എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത കേസ് പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. ശബരിമല വനമേഖലയിലുള്ള മുഴുവൻ ആദിവാസി വിദ്യാർത്ഥികൾക്കും ഈ വർഷവും പഠനോപകരണങ്ങൾ നൽകി. ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റി മാതൃകയാവുന്നു. കുവൈറ്റ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിലെ മോർ ബെസേലിയോസ് യൂത്ത് അസോസിയേഷനാണ് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ്, SSA, റാന്നി BRC എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി. ജൂൺ 5 രാവിലെ 11 കിസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പഠനോപകരണ വിതരണം ജില്ലാ കളക്ടർ S. ഹരികിഷോർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. UDF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. മോദി സർക്കാർ രാജ്യം കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അടിയറ വയ്ക്കുകയാണെന്ന് ജാഥ ക്യാപ്റ്റൻ NK പ്രേമചന്ദ്രൻ MP. ഉമ്മൻചാണ്ടി സർക്കാരിനെ അഴിമതി ആരോപണങ്ങളിൽ തളച്ചിടാൻ നോക്കേണ്ടെന്നും പ്രേമചന്ദ്രൻ. വളരുന്ന കേരളവും തളരുന്ന ഭാരതവും എന്ന മുദ്രാവാക്യവുമായി UDF-ന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ UDF നേതൃത്വത്തിൽ നടത്തുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് റാന്നി ഇട്ടിയപ്പാറയിൽ സ്വീകരണം നൽകി. NK പ്രേമചന്ദ്രൻ MPയാണ് ജാഥ ക്യാപ്റ്റൻ. വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ മുന്നൊരുക്കമാണ് ഈ ജാഥയെന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. അഴിമതിക്കെതിരെയുള്ള ഗിരിപ്രഭാഷണമാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയതെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ UDF ഗവൺമെന്റിന്റെ അഴിമതി ഭരണത്തിന്റെ 4ാമത് വാർഷികം മെയ് 18 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റിന്റെ ജനോപകാര ഭരണത്തിന്റെ 1ാം വാർഷികം മെയ് 26 അമിത്ഷായുടെ വലതുവശത്ത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കാണിച്ചതിന്റെ പേരിൽ CAG കുറ്റാരോപിതനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിതിൻ ഗഡ്കരി, ഇടതുവശത്ത് അഴിമതി ആരോപണത്തിന്റെ പേരിൽ കൽത്തുറങ്കിൽ അടക്കപ്പെട്ട ഖനി മാഫിയ,
കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി ഇപ്പൊ ലോക്സഭാംഗമായിട്ടുള്ള യെദിയൂരപ്പ, അഴിമതിക്കെതിരെയുള്ള ഗിരിപ്രഭാഷണം, ശ്രീ അമിത്ഷാ മറന്നുപോയി കേരളത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഒരു വർഷം പൂർത്തിയാക്കുവാൻ പോകുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ സമ്പന്ന കോർപ്പറേറ്റ് കുത്തകകളുടെ താൽപര്യം പരിരക്ഷിക്കുന്ന ഭരണകൂടമായി മാറിയെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കൃഷിക്കാരുടെ ചുമലിൽ കൈവയ്ക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത്. നിർബന്ധിത ഭൂമി ഏറ്റെടുക്കൽ നിയമം UPA സർക്കാർ ഭേദഗതി ചെയ്തിരുന്നതാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ പഠിക്കാതെയാണ് ഓർഡിനൻസിലൂടെ മോദി സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് UPA സർക്കാർ കൊണ്ടുവന്ന വകുപ്പുകൾ എടുത്തുകളഞ്ഞതെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. നിങ്ങൾക്കറിയാം, മെയ് 26-ന് ഒരു വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തെ സമ്പന്ന കോർപ്പറേറ്റ് കുത്തകകളുടെ താൽപര്യം പരിരക്ഷിക്കുന്ന ഭരണകൂടമാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം കൈവച്ചത് കൃഷിക്കാരുടെ ചുമലിൽ. നിങ്ങൾക്കറിയാം, 2009 മുതൽ 2014 വരെ നിലവിലുണ്ടായിരുന്ന 9 മുതൽ 14 വരെ നിലവിലുണ്ടായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലയളവിൽ 1874 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ കാലയളവിൽ അന്നത്തെ താൽപര്യത്തിന് വേണ്ടി നിർമ്മിച്ച നിർബന്ധിത ഭൂമി ഏറ്റെടുക്കൽ നിയമം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാം UPA ഗവൺമെന്റ് ഭേദഗതി ചെയ്തു. ശ്രീ ജയറാം രമേശ് പാർലമെന്റിൽ ബില്ല് പൈലറ്റ് ചെയ്തു. പൊതുവാവശ്യത്തിന് വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ ഏറ്റെടുക്കുന്ന ഭൂ ഉടമകളുടെ 70% ഭൂ ഉടമകളുടെ എഴുതിയ കൺസെന്റ് വാങ്ങണം, റിട്ടേൺ കൺസെന്റ്, അനുമതി. ആ നിയമനിർമ്മാണത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഓർഡിനൻസിലൂടെ ഒറ്റ ദിവസം കൊണ്ട് ആ 2 വകുപ്പുകളും എടുത്തു കളഞ്ഞു. രാജ്യത്തെ മുഴുവൻ തൊഴിൽ നിയമങ്ങളും പൊളിച്ചെഴുതുന്നു. ഫാക്ടറീസ് ആക്ട്, ബാലവേല നിയമം, വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ പെൺകുട്ടികളെ തൊഴിൽ ചെയ്യിക്കരുതെന്നുള്ള നിയമം മുതൽ എല്ലാ നിയമങ്ങളും സമ്പന്ന കുത്തക കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റുകയാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. പരിസ്ഥിതി, വന, ജല നിയമങ്ങളും മൈനിംഗ് ലോബിക്ക് വേണ്ടി മോദി സർക്കാർ മാറ്റുകയാണെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. നമ്മുടെ രാജ്യത്തെ മുഴുവൻ തൊഴിൽ നിയമങ്ങളും പൊളിച്ചെഴുതുന്നു. ഫാക്ടറീസ് ആക്ട്, അപ്രന്റീസ് ആക്ട്, അതുപോലെ ചൈൽഡ് ലേബർ അബോളിഷൻ ആക്ട്, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്നുള്ള നിയമം മാറ്റി. വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പാങ്കാലത്ത് 6 മണി വരെ പെൺകുട്ടികളെ ജോലി സ്ഥലങ്ങളിൽ നിയോഗിക്കരുത് എന്ന തൊഴിൽ നിയമം മാറ്റി. അപ്രന്റീസ് നിയമം മാറ്റി. ഫാക്ടറീസ് നിയമം മാറ്റി. സമ്പന്ന കോർപ്പറേറ്റ് കുത്തകകൾക്ക് വേണ്ടി തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നു. എന്നിട്ട് നാണമില്ലാതെ പറയുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യുന്നത് എളുപ്പകരമാക്കി മാറ്റി തീർക്കുക, അതാണ് മുഖ്യമായ ലക്ഷ്യം. അത് കഴിഞ്ഞതിന് ശേഷം പരിസ്ഥിതി നിയമങ്ങൾ, വനത്തിന്റെ നിർവചനം മാറ്റാൻ തീരുമാനിക്കുന്നു. ഇതിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സമരങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് രാജ്യത്ത് മതപരമായ സാമൂഹ്യ ധ്രുവീകരണമുണ്ടാക്കി മതേതര ഭാരതത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കുവാൻ BJP ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കോട്ട് ധരിക്കുന്ന പ്രധാനമന്ത്രി പാവപ്പെട്ടവരുടെയോ പണക്കാരുടെയോ ഇതിൽ ആരുടെ പ്രധാനമന്ത്രിയാണെന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു. പാവപ്പെട്ടവന്റെ താൽപര്യങ്ങൾ തമസ്കരിച്ച കോർപ്പറേറ്റ് കുത്തകകളുടെ താൽപര്യം സംരക്ഷിക്കുകയും മതേതര ജനാധിപത്യ രാജ്യത്തെ മതവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളാണ് മോഡി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു. ഇത്തരം പ്രതിലോമമായ പ്രവർത്തികൾ ചെയ്യുന്ന സംഘപരിവാർ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധിക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി CPM-നുണ്ടോ എന്നും പ്രേമേന്ദ്രൻ ചോദിച്ചു. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വിലപ്പോവില്ല. CPM കൂടി വിചാരിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് മുന്നേറ്റത്തെ തടയുവാൻ കഴിയുകയില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ? സമ്പന്ന കുത്തകവൽക്കരണ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. അതിനെതിരെ ഇന്ന് ദേശീയ തലത്തിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെയും ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്നു. ഒരു ഭാഗത്ത് തുല്യ കോട്ടിൽ 10 ലക്ഷം രൂപയ്ക്ക് തുല്യ കോട്ടിൽ സ്വർണ്ണ നിറത്തിൽ സ്വന്തം പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന് തുന്നിച്ചേർത്ത് അമേരിക്കൻ പ്രസിഡന്റുമായി സൗഹൃദം പങ്കുവെക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാവങ്ങളുടെ പ്രധാനമന്ത്രിയോ പണക്കാരന്റെ പ്രധാനമന്ത്രിയോ? CPM രാജ്യതാൽപര്യത്തെ ബലി കഴിച്ച് സംസ്ഥാന താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇത് ശരിയാണോ എന്നും പ്രേമേന്ദ്രൻ ചോദിച്ചു. CPM ഇതിലൊരു ആത്മപരിശോധന നടത്തണമെന്നും പ്രേമേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റിനെ അഴിമതി ആരോപണങ്ങളിൽ തളച്ചിടാൻ കഴിയുകയില്ലെന്നും അതുവഴി
കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുവാൻ കഴിയില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. അഴിമതി ആരോപണത്തിന്റെ സരസംഗ തീർത്ത് അതിൽ ഗവൺമെന്റിനെ ബന്ധിച്ചിട്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാമെന്ന് CPM-ഉം പ്രതിപക്ഷവും വിചാരിച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ആത്മബലവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും കൊണ്ട് അതിനെ അതിജീവിച്ച ഐക്യ ജനാധിപത്യ മുന്നണി അചഞ്ചലമായി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. UDF റാന്നി നിയോജക മണ്ഡലം ചെയർമാൻ ആലിറ്റൻ ആറുന്നിൽ അധ്യക്ഷനായിരുന്നു. ആന്റോ ആന്റണി MP, മൊയ്തീൻകുട്ടി MLA, KPCC വൈസ് പ്രസിഡന്റ് പീതാംബരക്കുറുപ്പ്, ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരായ രാജൻ ബാബു, ഷാജു, DCC പ്രസിഡന്റ് P മോഹൻരാജ്, കേരള കോൺഗ്രസ് നേതാക്കളായ വിക്ടറി തോമസ്, കുഞ്ഞുകോശി പോൾ, ജോസഫ് അമ്പൂശ്ശേരി, JDU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ്, KPCC ഔദ്യോഗിക വക്താവ് പന്തളം സുധാകരൻ, KPCC സെക്രട്ടറി മറിയാമ്മ ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ് റാന്നി. സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സ്ഥിതിവിവര കണക്കുകൾ എടുക്കുന്നു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വിവരശേഖരണത്തിന് അംഗൻവാടി വർക്കർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് ചൊവ്വാഴ്ച തുടക്കം കുറിക്കും. സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സ്ഥിതിവിവര കണക്കുകൾ എടുക്കുന്ന ജോലികൾക്ക് തുടക്കമാകുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് വിവരശേഖരണം നടത്തുന്നത്. 1ാം ഘട്ടത്തിൽ അംഗൻവാടി വർക്കർമാർ കേരളത്തിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് കുടുംബത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് അംഗപരിമിതരുള്ള വീടുകൾ കണ്ടെത്തുന്നു. JPHN, JHIമാർ എന്നിവരായിരിക്കും വിവരശേഖരണം നടത്തുന്നത്. 2ാം ഘട്ടമെന്ന നിലയിൽ എന്യൂമറേറ്റർമാർ അംഗപരിമിതികളുള്ളവരുടെ വീടുകൾ സന്ദർശിക്കുകയും വിവരശേഖരണം നടത്തുകയും ചെയ്യും. 1ാം ഘട്ടത്തിൽ അംഗനവാടി വർക്കർമാർക്കുള്ള പരിശീലന പരിപാടികൾക്കാണ് ചൊവ്വാഴ്ച തുടക്കമാവുന്നത്. റാന്നി, പെരുന്നാട് ICDS ഓഫീസുകളിൽ ഇത് സംബന്ധിച്ചുള്ള പരിശീലന പരിപാടികൾ നടക്കും. സിറ്റി ന്യൂസ് റാന്നി. SNDP യോഗം റാന്നി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും പഠനോപകരണങ്ങളുടെ വിതരണവും മംഗല്യനിധി വിതരണവും 2015 മെയ് 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മംഗല്യനിധിയുടെ വിതരണവും ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ വിതരണം MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം സതീഷ് കൊച്ചുപറമ്പിൽ വിതരണം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് K വസന്തകുമാർ അധ്യക്ഷത വഹിക്കും. രാജു എബ്രഹാം MLA പഠനോപകരണ വിതരണം നടത്തും. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് കൺവീനർ പ്രിജി ഗോപിനാഥ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MS രാജേന്ദ്രൻ, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിളയിൽ തുടങ്ങിയവർ പ്രസംഗിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shrine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349 383837. വാർത്തകൾ തുടരുന്നു. ട്രാവൻകൂർ ഓർഗൻ ഡൊണേഷൻ ഫൗണ്ടേഷൻ റാന്നി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ട്രാവൻകൂർ ഓർഗൻ ഡൊണേഷൻ ഫൗണ്ടേഷന്റെ റാന്നി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് അവയവദാനം. ഞാൻ കണ്ണുകൾ ദാനം ചെയ്യാൻ 10 വർഷം മുമ്പ് തന്നെ എഴുതി കൊടുത്ത ആളാണ്. നിങ്ങളിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ തയ്യാറാണെന്നല്ലേ? എല്ലാവരുടെയും കയ്യിലൊരു ഫോറം ഞങ്ങളുണ്ട്. ഇതൊരു വലിയ മാറ്റമാണ്. മുമ്പ് നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ പോലും സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ രക്തം കൊടുത്തിട്ടില്ല. ഞാൻ കോളേജിൽ എത്തിയപ്പോഴാണ് എനിക്ക് രക്തം കൊടുത്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, പകരം രക്തം മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ഉണ്ടാകും എന്ന അറിവ് എനിക്ക് ലഭിച്ചത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. റാന്നി ചാപ്റ്റർ പ്രസിഡന്റ് ഫാദർ രഞ്ജിത്ത് ആലങ്കൽ അധ്യക്ഷനായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ധാരാളം ഉയർന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്നാണ്. ഏതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഒരസുഖമെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും പറയുക, അസുഖമൊന്നുമില്ലാത്ത അവസ്ഥയ്ക്കാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതല്ലാതെ പണമുള്ള അവസ്ഥയ്ക്കോ അധികാരമുള്ള അവസ്ഥയ്ക്കോ മറ്റൊന്നിനുമല്ല, അസുഖമൊന്നുമില്ലാത്ത അവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ. ഒപ്പം തന്നെ നമുക്കറിയാം, മറ്റനേകം ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്,
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ഗുരുദേവന്റെ പഠിപ്പിക്കലുകൾ. കുമാരി ഗോപിക ബാലൻ അവയവദാന സന്ദേശം നൽകി. അനുഭവമാണോ, വേദനയാണോ, സന്തോഷമാണോ എന്നെനിക്ക് അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു 13 വർഷം മുമ്പ് സംഭവിച്ചത്. 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഇടത് കണ്ണിൽ കമ്പ് കൊണ്ടിട്ടാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. നിരവധി ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോയി. മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അങ്കമാലി, മധുര അരവിന്ദ് ഹോസ്പിറ്റൽ, ഇങ്ങനെ ഐ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറെ ഹോസ്പിറ്റലുകളിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബാംഗങ്ങളും ചികിത്സയ്ക്കായി പോയിരുന്നു. അവിടെയൊക്കെ ട്രീറ്റ്മെന്റിന് ശേഷം അവരൊക്കെ പറഞ്ഞത് കണ്ണിന് ഇനി പഴയതുപോലെ കാഴ്ച കിട്ടില്ല, ഇനി ഒരുപക്ഷെ കണ്ണ് മാറ്റി വെച്ചാൽ കാഴ്ച തിരിച്ചു കിട്ടിയേക്കാം എന്നായിരുന്നു അവിടെയുള്ള എല്ലാ ഡോക്ടർമാരുടെയും അവസാന ഡിസിഷൻ. അതിനുശേഷം ഒരു സെപ്റ്റംബർ മാസം 8-ാം തീയതി 2013 സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണത്. ആ ദിവസം ഒരു 3:30 ഉച്ചയ്ക്ക് 3:30 മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതുപോലെ കോൾ വന്നു, ഒരു ഓപ്പറേഷൻ റെഡിയായി വന്നോളൂ എന്ന് വീണ്ടും അവർ വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം പലതവണ ഓപ്പറേഷന് വേണ്ടി പോയി, അതൊന്നും സാധിച്ചില്ല. എന്തായാലും പോയി നോക്കാം. ആ സമയത്ത് ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതാണ്. ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷനെ വേണ്ട, ഇനി എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഞാനും അമ്മയും കൂടി തീരുമാനിച്ചു. അത് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. വളരെ വേഗം തന്നെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ 8 മണിയോടുകൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും. ഓപ്പറേഷൻ വളരെ വിജയകരമായി തന്നെ പൂർത്തിയായി. അതിനുശേഷം ഞാൻ അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എന്നെ റൂമിലാക്കി. ഞാൻ കണ്ണിന്റെ കെട്ടഴിച്ച് കണ്ണിന്റെ കാഴ്ച പരിശോധിക്കാനായിട്ട് ആ ബോർഡിന് മുന്നിൽ പോയി വായിക്കാൻ സാധിച്ചു. എനിക്ക് ആദ്യം IA എന്നുള്ള ലെറ്റർ വായിക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മ ചെറിയാൻ, അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി പാണ്ഡ്യത്ത്, തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി, ഫൗണ്ടേഷൻ ചെയർമാൻ റജി താഴ്മൺ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലാലു ജോൺ, റാന്നി ചാപ്റ്റർ സെക്രട്ടറി ശ്രീനേഷ് ശാസ്താംഗോപൻ, റാന്നി വ്യാപാരി വ്യവസായി സെക്രട്ടറി അബ്രഹാം ജോസഫ്, ഹാത്തുന ഫൗണ്ടേഷൻ റാന്നി റീജിയൻ ഡയറക്ടർ ജാൻസി പീറ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അവയവദാന സമ്മതപത്രം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന സോണി ഫാദർ രഞ്ജിത്ത് ആലങ്കലിന് നൽകി ഉദ്ഘാടനം ചെയ്തു. അവയവദാന ബോധവൽക്കരണ ക്ലാസിന് കുര്യൻ തൂമ്പങ്കൽ ചങ്ങനാശ്ശേരി നേതൃത്വം നൽകി. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ചാപ്റ്ററുകൾ രൂപീകരിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് റാന്നി ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും ചേർത്തുകൊണ്ട് ഇന്ന് ഈ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CITU-വിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് റാന്നി പെരുമ്പുഴയിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CITU-വിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് റാന്നി പെരുമ്പുഴയിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജാഥ ക്യാപ്റ്റനുമായ PK സോമരാജൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് നല്ല ദിനങ്ങളല്ല, മോശപ്പെട്ട ദിനങ്ങളാണ് വരുന്നത് എന്നവർക്ക് ബോധ്യപ്പെടുന്നിടത്തേക്ക് മോഡി ഗവൺമെന്റിന്റെ ഭരണം ചെന്നെത്തിക്കും. എല്ലാ മേഖലകളിലും വിലക്കയറ്റം അതിന്റെ രൂക്ഷമായ അവസ്ഥയിൽ പോവുകയാണ്. പൊതുവിതരണ സമ്പ്രദായവും അതുപോലെ തന്നെ സംഭരണവും വിതരണവും രംഗത്തുനിന്ന് മോഡി ഗവൺമെന്റ് പിന്മാറിക്കഴിഞ്ഞു. അതുതന്നെയാണ് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് FCIയുടെ ഗോഡൌണുകളെല്ലാം ഇന്ന് സ്വകാര്യ ഉടമകൾക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. പഞ്ചസാര മില്ലുടമകൾ സർക്കാരിൽ അടയ്ക്കേണ്ട 10% ലവി അടയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും അതുപോലെ തന്നെ പഞ്ചസാരയുടെ വില തീരുമാനിക്കാനുള്ള അവകാശം മോഡി ഗവൺമെന്റും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊടുത്തതുപോലെ മില്ലുടമകൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെ അന്ന് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന, ഭൂമിയും ധാതുസമ്പത്തും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്ന ബിൽ പിൻവലിക്കുക, ICDS, NRHM, NREG എന്നീ പദ്ധതികളിലെ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കുക, PF, ESI തുടങ്ങിയ പദ്ധതികൾ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും പിൻവാങ്ങുക, തൊഴിലാളി വിരുദ്ധ റോഡ് സുരക്ഷാ ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നത്. 21-ന് ആരംഭിച്ച പ്രചരണ ജാഥ 23-ന് സമാപിക്കും. PR പ്രസാദ്, KR ശിവദാസൻ നായർ, തങ്കമണി തങ്കപ്പൻ, TS മോഹനൻ, ബിജു ചേലാപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. 5000 രൂപയാണ് കുറഞ്ഞ പെറ്റി.
അവർക്ക് എന്തെങ്കിലും കാരണത്താൽ അവനൊന്ന് ലൈൻ തെറ്റിച്ചാൽ ഇപ്പോൾ 500,000 ഒക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ 5000-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സുരക്ഷാ ബില്ലിന്റെ ഭാഗമായി എങ്ങനെ ഓട്ടോ തൊഴിലാളികൾക്ക് ടാക്സി തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ ധൈര്യത്തോടു കൂടി പോകാൻ പറ്റും? നമുക്ക് ഈ രാജ്യത്ത് അപകടമുണ്ടാകുന്നുണ്ട്, ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് അപകടമുണ്ടാകുന്നുണ്ട്. പക്ഷെങ്കിൽ ഡ്രൈവറുടെ അശ്രദ്ധയില്ലാതെ അപകടമുണ്ടായാലും ഇപ്പോൾ അവൻ വലിയ ശിക്ഷയിലേക്ക് പോകണം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി തോട്ടമൻകാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും കലശാഭിഷേകവും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരൂർ രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് കുഴികൾ നീട്ടിയതിനു ശേഷം അതിനു മുകളിൽ ടാറിംഗ് നടത്തുവാനായി പൊടി നീക്കം ചെയ്തതിനെ തുടർന്ന് ജനം വലഞ്ഞു. ബ്ലോവർ ഉപയോഗിച്ച് നീക്കം ചെയ്ത പൊടിപടലങ്ങൾ നഗരത്തിൽ നിറഞ്ഞതോടെ ജനങ്ങൾക്ക് മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കുടിവെള്ള പദ്ധതിക്കായി എടുത്ത കുഴികൾ നികത്തി ടാറിംഗ് നടത്തുവാൻ പൊടി നീക്കം ചെയ്തത് റാന്നിയിലെ ജനങ്ങളെ വലച്ചു. ഉണങ്ങി വരണ്ടു കിടന്നിരുന്ന റോഡിലെ പൊടി ബ്ലോവർ ഉപയോഗിച്ച് നീക്കം ചെയ്തപ്പോൾ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ പോലും കാണുവാൻ പറ്റാത്ത തരത്തിലാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞത്. വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിലേക്കും പൊടിപടലങ്ങൾ കയറിയതോടെ റാന്നിയിലെ വ്യാപാരികൾ സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ അടച്ചിട്ടാണ് ഇതിൽ നിന്നും രക്ഷ നേടിയത്. റാന്നി നഗരത്തിൽ കൂടി കടന്നുപോയ വാഹനയാത്രക്കാരും കാൽനട യാത്രികരും ഒരുപോലെ റോഡിൽ നിന്നും ഉയർന്ന പൊടിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞു. ആളുകൾ മൂക്കുപൊത്തിയാണ് ടൗണിൽ കൂടി സഞ്ചരിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽക്കുവാൻ വെച്ചിരുന്ന ഉൽപ്പന്നങ്ങളും റോഡിലൂടെ പോയിരുന്ന വാഹനങ്ങളും പൊടി കൊണ്ട് മൂടി. ജനത്തിരക്കുള്ള റോഡിൽ രാത്രിയിൽ തിരക്കൊഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഉയരുവാതിരിക്കുവാനുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചതിനു ശേഷമോ ഇത്തരം ജോലികൾ തീർക്കാമായിരുന്നിട്ടും പൊതുമരാമത്ത് അധികൃതർ ഇതിന് തയ്യാറായില്ല. നാട്ടിലെ റോഡ് മുഴുവൻ പൈപ്പിടാനായി വെട്ടിക്കുഴിച്ചതിനെ തുടർന്നുണ്ടായ അപകടങ്ങൾക്ക് പിന്നാലെയാണ് ജനങ്ങളോടുള്ള ഈ ദ്രോഹവും. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം 28-ാം തീയതി 4 മണിക്ക് വൈക്കം ഗവൺമെന്റ് UP സ്കൂളിൽ റവന്യൂ കയർ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് നിർവഹിക്കും. റാന്നി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം 28-ാം തീയതി 4 മണിക്ക് വൈക്കം ഗവൺമെന്റ് UP സ്കൂളിൽ റവന്യൂ കെയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മന്ദിരമ്പടിയിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ആശുപത്രി ഇതിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം സാബുക്കുട്ടി ജോയി പറഞ്ഞു. 5-ാം വാർഡിലെ മെമ്പറായ പ്രസന്ന രാജൻ എന്ന് പറഞ്ഞ ആളുടെ കെട്ടിടത്തിലെ ആയിരുന്നു പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ 3-ാം വാർഡിലെ പഞ്ചായത്ത് കണ്ടുപിടിച്ച കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനാൽ നേരത്തെ മാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം 2013-14 വർഷം അതിൻ്റെ പണി ആരംഭിച്ച് 9 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് 14-ൽ ആരംഭിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം പെട്ടെന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഓഫീസ് 3-ാം വാർഡിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നിട്ടില്ലായിരുന്നു. മന്ത്രിയുടെ അവൈലബിലിറ്റി കിട്ടാനായിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രിയുടെ പ്രോഗ്രാം നമുക്ക് കിട്ടുകയും അതിനകത്തുനിന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവരാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത്. റാന്നി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. 2 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രി
4 മാസമായി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഗ്രാമപഞ്ചായത്തിൽ നിന്നും 9 ലക്ഷം രൂപയാണ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത്. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ ആശുപത്രി കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. റാന്നി ഗ്രാമപഞ്ചായത്തിലെ നിരവധി പേർ ആശുപത്രിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 27 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി MP, രാജു ഇബ്രാഹിം MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. സിറ്റി ന്യൂസ്, റാന്നി. കേരള വിശ്വകർമ്മ സഭ ചേത്തക്കൽ ശാഖയുടെ കുടുംബസംഗമം 2015 മെയ് 24 തീയതി 2 മണിക്ക് ചേത്തക്കൽ KVMS ഓഡിറ്റോറിയത്തിൽ നടക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തും സർക്കാർ ഹോമിയോ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 23 തീയതി രാവിലെ 11 മുതൽ ചെറുകുളഞ്ഞി NSS കരയോഗ മന്ദിരത്തിൽ നടക്കും. ചെറുകുളഞ്ഞി കരിമ്പനാങ്കുഴി പ്രദേശത്തുള്ളവർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് മെഡിക്കൽ ഓഫീസറും വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അറിയിക്കുന്നു. നിര്യാതരായി. റാന്നി പുല്ലമ്പള്ളിൽ പരേതനായ പോത്തൻ കുറിയാക്കോസിന്റെ പാപ്പച്ചന്റെ ഭാര്യ കുഞ്ഞമ്മ പോത്തൻ നിര്യാതയായി. 80 വയസ്സായിരുന്നു. പരേത എടുത്തു അരിപ്പുറത്ത് കുടുംബാംഗമാണ്. സംസ്കാരം ഞായറാഴ്ച 3 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയവള്ളിയിൽ. ഡേസി, ലിസി എന്നിവർ മക്കളും ജോസ് വടക്കേമണിൽ, അവറാച്ചൻ പതിയിൽ എന്നിവർ മരുമക്കളുമാണ്. റാന്നി പേരങ്ങാട്ട് പുത്തൻപറമ്പിൽ TV മാത്യു നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3:30 പഴവങ്ങാടിക്കര ഇമാനുവേൽ മർത്തോമ പള്ളിയിൽ. പഴവങ്ങാടിക്കര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ, YMCA സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളാവൂർ കൊല്ലാക്കുന്നേൽ കലിയകുളം കുടുംബാംഗം മറിയാമ്മയാണ് ഭാര്യ. മോളി, ജയമോൻ, ജീമോൻ എന്നിവർ മക്കളും ബാലു, ലീമ, ജോളി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. JDUവിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാവോവാദിയാകുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി. മാവോവാദി എന്ന പേരിൽ ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ലെന്നും ഹൈക്കോടതി. UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. രാജ്യത്തെ കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അടിയറ വെച്ചതായി ജാഥ ക്യാപ്റ്റൻ NK പ്രേമചന്ദ്രൻ MP. ട്രാവൻകൂർ ഓർഗൻ ഡൊണേഷൻ ഫൗണ്ടേഷന്റെ റാന്നി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.